ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി കടലപ്പരിപ്പ് പാൽപ്പായസമാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം 100 ഗ്രാം കടലപ്പരിപ്പാണ് എടുക്കേണ്ടത്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ച കടലപ്പരിപ്പെല്ലാം മിക്സിയിലിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ വേണം എടുക്കാൻ. കാഷ്യൂ നട്ട്സും ഡ്രൈ ഗ്രേപ്സും രണ്ടും കൂടെ ചേർത്ത് വേണം 50 ഗ്രാം എടുക്കാൻ. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂർ ഒന്ന് കുതിരാൻ വയ്ക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നല്ലതുപോലെ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചേക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സാണ് ആദ്യം വറുത്തെടുക്കേണ്ടത്. വറുത്തെടുത്ത കാഷ്യൂ നട്ട്സൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാം. അതേ പാനിൽ തന്നെ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് നമുക്ക് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറു ചൂടിലിട്ട് വഴറ്റിയെടുത്താൽ മതിയാകും. കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് ചെറുപരിപ്പിൽ കൂടിയും ഇതേ പായസം ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇനി 1-2 മിനിറ്റ് ഇളക്കിയ ശേഷം നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഏലക്കായ ഇട്ട് തിളപ്പിച്ച 1/2 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പാൽ തിളപ്പിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. ഈ പരിപ്പും പാലും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റിയൊരു പായസമാണ്. കാരണം നമ്മളെല്ലാം ചൂടാക്കിയും തിളപ്പിച്ചൊക്കെ വെച്ച ഐറ്റംസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പാലെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ നല്ലതുപോലെ തിളച്ച് പൊങ്ങിയതിന് ശേഷമാണ് നമുക്ക് അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 100 ഗ്രാം പഞ്ചസാരയാണ്. അതുകൂടി ഇട്ട ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് പരുവത്തിനുള്ള പായസം കിട്ടുകയുള്ളൂ. ഇപ്പോൾ പായസം എല്ലാം കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാഷ്യൂ നട്ട്സും ഡ്രൈ ഗ്രേപ്സും അരച്ചതാണ്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. തീ വളരെ കുറച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഈ മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്ക് 1-2 മിനിറ്റ് ഇളക്കിയ ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പ് പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം രുചികരമായൊരു പായസമാണിത്. അതുമാത്രമല്ല വെറൈറ്റി ടേസ്റ്റ് കൂടിയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.